വിശ്രമവേളകൾ ആനന്ദകരമാക്കണമെന്ന് ലാലേട്ടൻ പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ഇന്ന് വിചാരിച്ച് എത്ര ദിവസമായി നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ, ഇന്നൊന്ന് പുറത്ത് പോയി കളയാം. വേറൊന്നുമല്ല, അപ്പൂട്ടന് പാട്ട് പഠിക്കാൻ പോകണം. അപ്പോൾ അവനെ ആക്കാൻ പോകുന്ന കൂട്ടത്തിൽ പാർക്കിലൊന്ന് പോകാമെന്ന് കരുതി. ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റാണ്. നമ്മുടെ പോളക്കുളം എന്ന് പറയുന്ന കുളത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗം മുഴുവൻ റെനോവേറ്റ് ചെയ്ത് മുതിർന്നവർക്ക് ജിമ്മും കുട്ടികൾക്ക് പാർക്കൊക്കെ ഉള്ള ഒരു നല്ല പ്രൊജക്റ്റ്. ഇതിൻ്റെ ചുറ്റുമാണ് ഡിസംബർ അവസാനം ഞങ്ങളുടെ നാട്ടിലെ വളരെ സന്തോഷമായിട്ടുള്ള നക്ഷത്ര തടാകം നടക്കുന്നത്. അമ്മയും ഞാനും മക്കളും എല്ലാവരും കൂടിയാണ് പോയത്. അപ്പൂട്ടിന് പാട്ടിൻ്റെ നല്ലൊരു വാസന ഉള്ളതുകൊണ്ട് അവനെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ പാട്ടിനാക്കിയിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൈവിട്ട് സൈക്കിൾ ഓടിക്കണമെന്ന് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ ഇത്ര വർഷത്തിന് ശേഷം ഇപ്പോഴാണൊന്ന് സാധിച്ചത്. എത്ര ചവിട്ടിയിട്ടും സൈക്കിൾ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങണ്ടായില്ല. എന്നാലും നമ്മൾ പരിശ്രമം ഉപേക്ഷിച്ചില്ല, നല്ലോണം ആഞ്ഞങ്ങ് ചവിട്ടി. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം ഒരു എക്സസൈസൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും കുറച്ച് നല്ലതാണ്. പ്രായമായി എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ ശരീരമൊക്കെ ചെറിയൊരു എക്സസൈസ് ഗുണം ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. പണ്ട് നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അങ്ങനത്തെ ജോലികളൊന്നും ഇല്ലെങ്കിലും ഓട്ടപ്പാച്ചിലുള്ളവർക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോണ സമയത്ത് നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അവരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. കുട്ടികൾ പെട്ടെന്ന് ഫ്രണ്ട്സാവും. അവർ അവരുടേതായ ഒരു അറ്റ്മോസ്ഫിയർ വേഗം ഉണ്ടാക്കിയെടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഒരു മടുപ്പ് തോന്നില്ലേ? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ നമ്മുടെ സമയം വളരെ പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണെന്ന്. രാവിലെ നേരം വെളുക്കുന്നു, പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം കാര്യമാണ് ഒരേ റുട്ടീനിൽ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് പല്ലേക്കുന്നത്, കുളിക്കുന്നത്, ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നത്, ഒരു വാക്ക് പഠിക്കുന്നത് ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആഫ്റ്റർ സം ടൈം നമുക്കത് എന്ത് തോന്നും? നമ്മുടെ ലൈഫ് സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാം ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊന്നും സംഭവിക്കാത്തതുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് നമ്മുടെ മൂഡൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു യാത്ര പോയാൽ മതി. വലിയ സ്ഥലത്തേക്കൊന്നും പോകണമെന്നൊന്നുമില്ല. കുട്ടികളെ ഫാമിലിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ സോളോ ട്രിപ്പോ എവിടേക്കെങ്കിലും ചെറുതായിട്ടൊന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഒരു ഈവനിങ് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് മനസ്സൊന്ന് കൂളാക്കി ഞങ്ങളെല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ബൈ.